ബിജെപിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി നേതാക്കൾ. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ ഇപ്പോൾ തന്നെ സൈബർ ഇടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സോഷ്യൽ മീഡിയ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പദ്ധതികളും പ്ലാനുമായിട്ടാണ് ബിജെപി രംഗത്ത് വരുന്നത്. ഇതിനോടൊപ്പം കേന്ദ്ര പദ്ധതികളോടൊപ്പം സംസ്ഥാനത്തിന് ലഭിച്ച കേന്ദ്ര സഹായങ്ങളുണ്ടല്ലോ, ആ കേന്ദ്ര സഹായങ്ങളൊക്കെ പല ആൾക്കാർക്കും അറിയില്ല. അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു ലക്ഷ്യം. കിസാൻ സമ്മാൻ നിധി, ജൽജീവൻ മിഷൻ, വന്ദേ ഭാരത്, ജനൌഷധി, ഈ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാകും സമൂഹ മാധ്യമങ്ങളിലെ മോദിയുടെ ഗ്യാരണ്ടി ക്യാമ്പയിൻ. സംസ്ഥാന തലത്തിലും മേഖലാ തലങ്ങളിലും സോഷ്യൽ മീഡിയ ടീമുകളെ വിപുലീകരിക്കാനാണ് ബിജെപി ഒരുങ്ങുന്നത്. ജില്ലാ തലങ്ങളിൽ സോഷ്യൽ മീഡിയ ടീമുകൾ ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്സഭാ മണ്ഡലം തലങ്ങളിലേക്ക് മാറ്റി ഉടച്ചു വാർത്തിട്ടുണ്ട്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെ ആക്റ്റീവ് ആക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇനി മറ്റൊന്ന്, യുവാക്കളെ ഒപ്പം കൂട്ടാൻ ഇൻസ്റ്റഗ്രാമിൽ ശക്തമായ പ്രചരണം നടത്തുന്നു. ഇൻസ്റ്റഗ്രാമിൽ നിലവിലുള്ള സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് അവർ കാണുന്ന ഒരു ടെക്നിക്ക് പരമാവധി റീൽസ് പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യം. മോദിയുടെ മാസ് വീഡിയോകളും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വീഡിയോകളും ഒക്കെ ആയിരിക്കും ഈ റീൽസിൽ പ്രധാനമായും ഉൾപ്പെടുത്തുക എന്നറിയുന്നു. സംസ്ഥാനത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഫേസ്ബുക്ക് ലൈവ് മികച്ച രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നത് ബിജെപി ആണ് എന്ന സോഷ്യൽ മീഡിയക്കകത്ത് ഒരു സംസാരമുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ 2000-ഉം 3000-ഉം പേർ ഒരു ലൈവ് സംപ്രേഷണം കാണുമ്പോൾ 1,00,000 പേരോളമാണ് പലപ്പോഴും ബിജെപിയുടെ ഫേസ്ബുക്ക് ലൈവ് കാണാറുണ്ട് എന്നാണ് ബിജെപി അവകാശപ്പെടുന്നത്. വയനാട്ടിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ എത്തുന്ന ദേശീയ നേതാക്കൾ അവർ സംസാരിക്കുന്ന അവരുടെ പ്രസംഗങ്ങൾ പരമാവധി ഫേസ്ബുക്ക് ലൈവ് നൽകും. സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തകരിലേക്കും അത് എത്തിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കും. കോൺഗ്രസും CPM-ഉം തമ്മിൽ സഖ്യത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ച് ഇവർക്ക് തമ്മിലുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുമെന്നും നേതാക്കൾ പറയുന്നു. CPM കോൺഗ്രസ് നേതാക്കളുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ, റീൽസ്, ഇതൊക്കെ പരമാവധി പുറത്തിറക്കാനാണ് ഒരുങ്ങുന്നത്. അതിൽ പ്രതിരോധിക്കാൻ രണ്ട് പാർട്ടികളും ബുദ്ധിമുട്ടുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. മോദിയെ കേന്ദ്രീകരിച്ചുള്ള പോസിറ്റീവ് ക്യാമ്പയിനൊപ്പം രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചൊരു നെഗറ്റീവ് ക്യാമ്പയിനും നടത്തും. രാഹുൽ ഗാന്ധിക്ക് പറ്റിയ അമളികൾ അത് ജനങ്ങളിലേക്ക് തമാശ രൂപേണ ാണ് ബിജെപി ഒരുങ്ങുന്നത്. രാഹുൽ ഇമ്മച്ചുവേർഡാണ്, അപക്വമതിയാണ് എന്ന് തുറന്നു കാട്ടുന്ന വീഡിയോകളും കാർട്ടൂണുകളും ആകും പ്രചരിപ്പിക്കുക. അതിന്റെ വലിയൊരു കളക്ഷൻ തന്നെ പാർട്ടിയുടെ പക്കലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനും രാഹുലിനും ഉണ്ടാകുന്ന പുതിയ അബദ്ധങ്ങൾ സെർച്ച് ചെയ്യാൻ തന്നെ ഒരു ടീമും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മോദി കേരളത്തിൽ വരുന്ന സമയത്തൊക്കെ ട്വിറ്റർ ട്രെൻഡിങ്ങിൽ ദേശീയ തലത്തിൽ ബിജെപി പലപ്പോഴും ഒന്നാമതെത്താറുണ്ട്. മറ്റു പാർട്ടികൾക്ക് അത് സാധിക്കില്ല എന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിക്കുള്ള ഒരു കരുത്തായിട്ടാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ വലിയൊരു പിന്തുണയാണ് മോദിക്കുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാകും സംസ്ഥാനത്ത് നടത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഇവിടെയുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് നൽകിയ ഒരു പിന്തുണയും സപ്പോർട്ട്, അവിടെ കൂടിയ ജനങ്ങളുടെ ആരവവും ഒക്കെ കേരളം നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ തന്നെ ഒരു ടൂളാക്കി മാറ്റാൻ തന്നെയാണ് ബിജെപി ഉപയോഗിക്കുന്നത്. ശരിക്കും മോദിയോടുള്ള ആ ഒരു റെസ്പെക്ട്, മോദിയോടുള്ള ആ ഒരു സമ്മതി, മോദിക്കുള്ള ജനസമ്മതി, കേരളത്തിലുള്ള ജനസമ്മതി, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ബിജെപി നേതൃത്വം മുന്നോട്ട് ഇറങ്ങുന്നത്. എന്തായാലും എല്ലാവരും CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ശക്തമായ അവരുടെ കരുത്തന്മാരായ സ്ഥാനാർത്ഥികളെ നിർത്താനും അതോടൊപ്പം വളരെ നല്ല രീതിയിൽ പ്രചാരണം നടത്താനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമം തന്നെയാണ്. വളരെ നല്ലൊരു മത്സരം തന്നെ അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടികൾക്കിടയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹം, മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.